നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു പരിപാടിക്ക് മുൻപ് ഒരു റിഹേഴ്സലൊക്കെ നടത്താറില്ലേ? ഒരു സ്റ്റേജ് ഷോ ആണെങ്കിലും ശരി, ഒരു പ്രസംഗമാണെങ്കിലും ശരി. അതുപോലെ തന്നെയാണ് ശാസ്ത്രലോകത്തും. അപ്പോ എന്താണ് ഈ ശാസ്ത്ര ഗവേഷണത്തിലെ ഡ്രസ് റിഹേഴ്സൽ? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, വർഷങ്ങളുടെ അധ്വാനം, കോടിക്കണക്കിന് രൂപ, വലിയ പ്രതീക്ഷകൾ, ഇതെല്ലാം വെച്ച് ഒരു വലിയ ഗവേഷണം തുടങ്ങുന്നു. പക്ഷെ അവസാനം അതൊരു വൻ പരാജയമായി മാറുന്നു. എന്തൊരവസ്ഥയായിരിക്കും അല്ലേ? പലപ്പോഴും ഇതിന് കാരണം കൃത്യമായ ഒരു പ്ലാനിങ്ങോ മുന്നൊരുക്കമോ ഇല്ലാത്തതാണ്. ഒരു ചെറിയ പിഴവ് മതി മുഴുവൻ പ്രോജക്റ്റും തകിടം മറിയാൻ. അപ്പോ ഇങ്ങനെയുള്ള വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ളൊരു സൂപ്പർ വഴിയാണ് പൈലറ്റ് സ്റ്റഡി. സംഭവം സിമ്പിളാണ്. ഒരു വലിയ സിനിമ എടുക്കുന്നതിന് മുൻപ് ഒരു ട്രയൽ ഷൂട്ട് നടത്തി നോക്കുന്നത് പോലെ തന്നെ. നമ്മൾ ചെയ്യാൻ പോകുന്ന വലിയ പഠനത്തിന്റെ ഒരു കുഞ്ഞൻ വെർഷൻ. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് തിരുത്താം. അതായത് ഒരു പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് വെറുമൊരു ട്രയൽ മാത്രമല്ല, വിശ്വസനീയമായ ഒരു പഠനത്തിന്റെ അടിത്തറയാണ് നമ്മളിതുകൊണ്ട് കെട്ടിപ്പടുത്തുന്നത്. ഇതിന് നമുക്കൊരു പ്രൈമറി പ്രിവെൻഷൻ എന്ന് വിളിക്കാം. അതായത് അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ വരാതെ നോക്കുന്നത്. അതുപോലെ വലിയ പഠനത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് മുൻകൂട്ടി തടയുന്നു. ഒരു വലിയ കെട്ടിടം പണിയുന്നതിന് മുൻപ് അതിന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുന്നത് പോലെ തന്നെ. അപ്പോ എന്താണ് ഈ പൈലറ്റ് സ്റ്റഡിയും മെയിൻ സ്റ്റഡിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം? സിമ്പിളായി പറഞ്ഞാൽ, പൈലറ്റ് സ്റ്റഡി ചോദിക്കുന്നത് ഇത് നടക്കുമോ എന്നാണ്. അതായത് നമ്മുടെ പ്ലാൻ വർക്കാകുമോ, നമ്മുടെ രീതികളൊക്കെ ഓക്കെ ആണോ എന്ന്. പക്ഷേ മെയിൻ സ്റ്റഡി ചോദിക്കുന്നത് ഇത് ഫലപ്രദമാണോ എന്നാണ്. അതായത് നമ്മുടെ ഹൈപ്പോത്തസിസ് ശരിയാണോ, നമ്മുടെ കണ്ടെത്തലിന് അടിസ്ഥാനമുണ്ടോ എന്ന്. ഒന്ന് വഴി ശരിയാണോന്ന് നോക്കുന്നു, മറ്റൊന്ന് ലക്ഷ്യം നേടാൻ പറ്റുമോ എന്ന് നോക്കുന്നു. ശരി, അപ്പൊ പൈലറ്റ് സ്റ്റഡി എന്തിനാണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? ഈ ഡ്രസ് റിഹേഴ്സലിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി കാണാം. ഒരു പൈലറ്റ് സ്റ്റഡിക്ക് പ്രധാനമായും 6 സ്റ്റെപ്പുകളാണുള്ളത്. നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമതായി പ്ലാനിംഗ് ആൻഡ് ഡിസൈൻ. അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി തീരുമാനിക്കുക, എന്നിട്ട് പഠനത്തിനായി ചെറിയൊരു ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുക. 2, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടൂൾസൊക്കെ ടെസ്റ്റ് ചെയ്യുക. സർവേകളോ ചോദ്യാവലികളോ ഒക്കെ ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടോ, അതിൽ വല്ല കുഴപ്പങ്ങളുമുണ്ടോ എന്നൊക്കെ പരിശോധിക്കണം. മൂന്നാമത്തേത് ലോജിസ്റ്റിക്സ് ആണ്. അതായത് ആളുകളെ പഠനത്തിനായി കണ്ടെത്തുന്നത് എളുപ്പമാണോ, ഡാറ്റ ശേഖരിക്കാൻ എത്ര സമയമെടുക്കും, പഠനം നടക്കുന്ന സാഹചര്യം ഓക്കെയാണോ എന്നൊക്കെ വിലയിരുത്തുക. നാലാമതായി കിട്ടിയ ഡാറ്റയൊന്ന് അനലൈസ് ചെയ്തു നോക്കണം. നമ്മുടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ ഇത് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. 5ാമത്തെ സ്റ്റെപ്പ് ഫീഡ്ബാക്ക് ശേഖരിച്ച് മാറ്റങ്ങൾ വരുത്തലാണ്. പഠനത്തിൽ പങ്കെടുത്തവരോട് അവരുടെ അഭിപ്രായം ചോദിച്ച് നമ്മുടെ രീതികളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം. അവസാനം 6ാമത്തെ സ്റ്റെപ്പിൽ ഈ മാറ്റങ്ങളൊക്കെ രേഖപ്പെടുത്തി പ്രധാന പഠനവുമായി മുന്നോട്ടു പോകണോ അതോ വല്ല മാറ്റങ്ങളും വരുത്തണോ, ചിലപ്പോ വേണ്ടെന്ന് വെക്കണോ എന്നൊക്കെ തീരുമാനിക്കും. സാമ്പിൾ സൈസിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് എത്രത്തോളം ചെറുതാണെന്നറിയാമോ? സാധാരണയായി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന പഠനത്തിന്റെ സാമ്പിളിന്റെ ഒരു 10–20% ആളുകളെ മാത്രമേ പൈലറ്റ് സ്റ്റഡിയിൽ ഉൾപ്പെടുത്താറുള്ളൂ. അത്രയും മതി. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചെയ്യാനും പറ്റും, വലിയ സാമ്പത്തിക ബാധ്യതയും വരില്ല. അപ്പോ ഈ ചെറിയ റിഹേഴ്സൽ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമുക്ക് ഉത്തരം കിട്ടുന്നതെന്ന് നോക്കൂ. നമ്മൾ തയ്യാറാക്കിയ ചോദ്യാവലിക്ക് ഒരുപാട് നീളമുണ്ടോ, അല്ലെങ്കിൽ അതിലെ ചോദ്യങ്ങൾ ആളുകളെ കൺഫ്യൂഷനാക്കുന്നുണ്ടോ? ആളുകളെ പഠനത്തിൽ പങ്കെടുപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന രീതി വർക്കാകുന്നുണ്ടോ? ആളുകൾക്കിതിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടോ? ഡേറ്റ ശേഖരിക്കാൻ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ സമയമെടുക്കുന്നുണ്ടോ? നമ്മുടെ ഉപകരണങ്ങൾക്കോ സോഫ്റ്റ്വെയറിനോ എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ടോ? ഇങ്ങനെ ഒരുപാട് പ്രായോഗികമായ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടും. ഇതൊക്കെ വലിയ പഠനം തുടങ്ങുന്നതിന് മുൻപ് അറിയുന്നത് എത്ര വലിയ സഹായമാണെന്ന് ഓർത്തുനോക്കൂ. ഇതുവരെ നമ്മൾ പൈലറ്റ് സ്റ്റഡിയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് ഇതിന്റെ മറുവശം കൂടി നോക്കാം. അതായത് ഒരു പൈലറ്റ് സ്റ്റഡിയുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. പൈലറ്റ് സ്റ്റഡിയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ പഠനത്തെ കൂടുതൽ ഷാർപ്പാക്കുമെന്നതാണ്. നമ്മുടെ പ്ലാനിലുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിച്ച് തിരുത്താൻ സാധിക്കും. റിസർച്ചിന്റെ ഡിസൈൻ മെച്ചപ്പെടുത്താം. ഇതിനെല്ലാം ഉപരി നമ്മുടെ വിലയേറിയ സമയവും പണവും പാഴാകുന്നത് ഒഴിവാക്കാം. ഇതെല്ലാം അവസാനം നമ്മുടെ ഗവേഷണത്തിന്റെ വിശ്വാസ്യത കൂട്ടുകയുള്ളൂ. പക്ഷേ പൈലറ്റ് സ്റ്റഡിക്ക് ചില പരിമിതികളുമുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമതായി, ഇതിൽ പങ്കെടുക്കുന്നവർ വളരെ കുറവായതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് വെച്ച് ഒരു വലിയ നിഗമനത്തിലെത്താൻ പറ്റില്ല. അത് പ്രധാന പഠനത്തിന്റെ ഫലം പോലെ ആവണമെന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ അത്ര വിശ്വസനീയമായിരിക്കില്ല. കാരണം സാമ്പിൾ സൈസ് അത്രയ്ക്ക് ചെറുതാണല്ലോ. പിന്നെ സാധാരണയായി പൈലറ്റ് സ്റ്റഡിയിൽ പങ്കെടുത്തവരെ പ്രധാന സ്റ്റഡിയിൽ ഉൾപ്പെടുത്താറില്ല.
കാരണം അവരുടെ മുൻപരിചയം ചിലപ്പോൾ ഫലങ്ങളെ ബാധിച്ചേക്കാം. എല്ലാതരം ഗവേഷണങ്ങൾക്കും ഇത് പ്രായോഗികവുമല്ല. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താണ് കാര്യം? ഒരു പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് അല്പം ആടിയൊലഞ്ഞ ഒരു പ്ലാനിനെ ഉറപ്പുള്ള ഒരു ഫൗണ്ടേഷനാക്കി മാറ്റുന്നൊരു പ്രക്രിയയാണ്. ശരിയായ, വിശ്വസനീയമായ ശാസ്ത്രീയ കണ്ടെത്തലുകളിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചവിട്ടുവടി. ഇതിനെ നമുക്ക് ഒരു ഇൻഷുറൻസ് പോളിസി പോലെ കാണാം. ഒരു പൈലറ്റ് സ്റ്റഡി നടത്തിയെന്ന് കരുതി പ്രധാന പഠനം 100% വിജയമാകുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല. പക്ഷേ പരാജയപ്പെടാനുള്ള സാധ്യതകളെ ഇത് വലിയ രീതിയിൽ കുറയ്ക്കും. പ്രധാന പഠനം ഒരു പ്രശ്നവുമില്ലാതെ സ്മൂത്തായി മുന്നോട്ടു പോകാനുള്ള സാധ്യത ഇത് തീർച്ചയായും വർദ്ധിപ്പിക്കും. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമുക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ ദിവസവും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ശാസ്ത്രീയ കണ്ടെത്തലുകൾക്ക് പിന്നിൽ ഇത്രയും ഉറപ്പുള്ളൊരടിത്തറയുണ്ടോ? ഗവേഷണ ലോകത്തെ ഈ സൈലന്റ് ഹീറോയായ പൈലറ്റ് സ്റ്റഡിയുടെ പ്രാധാന്യം നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. ഇനി നിങ്ങളൊരു പുതിയ പഠനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു പക്ഷേ അതിന്റെ പിന്നിൽ നടന്ന ഈ ഡ്രസ് റിഹേഴ്സലിനെക്കുറിച്ചുകൂടി ഒന്ന് ചിന്തിച്ചേക്കാം.